മുസ്ലിങ്ങൾ വിർച്വൽ ഈദ് ആഘോഷിക്കണമെന്ന മഹാരാഷ്ട്ര മന്ത്രിയും ബി.ജെ.പി. നേതാവുമായ നിതേഷ് റാണയുടെ പ്രസ്താവനയ്ക്കെതിരെ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ. റാണയുടെ പ്രസ്താവനകൾ സമൂഹത്തിന് ദോഷകരമാണെന്നു മാത്രമല്ല, സ്വന്തം പാർട്ടിയെ പോലും പിന്നോട്ടടിപ്പിക്കുന്നതാണെന്ന് മഹാരാഷ്ട്ര ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ പ്യാരെ സിയാഖാൻ ആശങ്ക പ്രകടിപ്പിച്ചു. പാകിസ്ഥാന്റെ പേരിൽ ഇന്ത്യൻ മുസ്ലിങ്ങളെ ലക്ഷ്യം വെച്ചും ഭിന്നത സൃഷ്ടിക്കുന്നതുമാണ് റാണയുടെ പ്രസ്താവനകളെന്ന് അദ്ദേഹം പറഞ്ഞു. ബലിപെരുന്നാൾ സമയത്ത് മൃഗങ്ങളെ ബലിയർപ്പിക്കുന്നതിനെ റാണെ ചോദ്യം ചെയ്യുകയും വിർച്വൽ ഈദ് ആഘോഷിക്കാൻ ആഹ്വാനം ചെയ്യുകയും ഇന്ത്യ ശരീഅത്ത് നിയമപ്രകാരം പ്രവർത്തിക്കുന്നില്ലെന്ന് പറയുകയും ചെയ്തിരുന്നു. ഇങ്ങനെ സംസാരിക്കുന്നതിലൂടെ നിതേഷ് റാണെ ബി.ജെ.പിയുടെ പ്രതിച്ഛായയ്ക്ക് കോട്ടം വരുത്തുകയാണ്. ഇവ വ്യക്തിപരമായ പ്രസ്താവനകളാണ്, പക്ഷേ അവ എല്ലാവരെയും പ്രതിഫലിപ്പിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തരം പരാമർശങ്ങൾ കാരണം വർഗീയ സംഘർഷങ്ങൾ ഉണ്ടായാൽ ന്യൂനപക്ഷ കമ്മീഷൻ മന്ത്രിക്കെതിരെ നടപടിയെടുക്കുമെന്നും സെക്ഷൻ 10 പ്രകാരം നോട്ടീസ് നൽകാൻ തങ്ങൾക്ക് അധികാരമുണ്ടെന്നും ഖാൻ തുറന്നടിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകൾ മൂലം ഒരു കലാപമുണ്ടായാൽ റാണയെ ഉത്തരവാദിയാക്കാൻ തങ്ങൾ മടിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം കേരളത്തിൽ മാസപ്പിറവി ദൃശ്യമാവാത്ത സാഹചര്യത്തിൽ കേരളത്തിൽ ബലിപെരുന്നാൾ ജൂൺ 7 ആയിരിക്കും. ബലിപെരുന്നാൾ പ്രമാണിച്ച് ഗൾഫ് രാജ്യങ്ങളിലും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബലിപെരുന്നാളിനോടനുബന്ധിച്ച് 5 ദിവസത്തെ ഔദ്യോഗിക അവധിയാണ് ഖത്തർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. രാജ്യത്തിന്റെ ഔദ്യോഗിക പൊതു അവധി സംബന്ധിച്ച മന്ത്രിസഭാ തീരുമാനത്തിന് അമീർ ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽദാനി അംഗീകാരം നൽകിയിരുന്നു. കുവൈത്തിൽ ബലിപെരുന്നാൾ ജൂൺ 6 ആയിരിക്കുമെന്ന് അൽ ഉജൈരി സയന്റിഫിക് സെന്റർ നേരത്തെ അറിയിച്ചിട്ടുണ്ട്. ഹജ്ജിന്റെ പ്രധാന ചടങ്ങായ അറഫ സംഗമം ജൂൺ 5 അതായത് ഇന്ന്. മിനയിൽ നിന്നും ഏതാണ്ട് 14 കിലോമീറ്റർ അകലെയാണ് അറഫ. ഹജ്ജിന്റെ ഏറ്റവും പ്രധാന ചടങ്ങ് നടക്കുന്ന സ്ഥലമാണ് അറഫ. നമിറയിൽ വെച്ച് പ്രവാചകൻ മുഹമ്മദ് നബി 1400 വർഷങ്ങൾക്ക് മുൻപ് നടത്തിയ വിടവാങ്ങൽ പ്രഭാഷണം പ്രസിദ്ധമാണ്. അറഫയോട് ചേർന്നുള്ള നമീറ പള്ളിയിൽ ഇന്ന് ഉച്ചയ്ക്ക് അറഫ പ്രഭാഷണത്തോടെയാണ് ചടങ്ങുകൾ പ്രാരംഭം കുറിക്കുന്നത്. മലയാളം ഉൾപ്പെടെ 35 ഭാഷകളിൽ ലോകം ഇത് ശ്രവിക്കും. തുടർന്ന് ലുഹർ, അസർ നമസ്കാരങ്ങൾ ചുരുക്കി ഒരുമിച്ച് നമസ്കരിക്കും. വൈകുന്നേരം വരെ പാപമോചന പ്രാർത്ഥനകളും ദൈവസ്മരണയുമായി തീർത്ഥാടകർ അറഫയിൽ നിൽക്കും. ഇത്തവണ പലസ്തീൻ ഉൾപ്പെടെ നീറുന്ന പ്രശ്നങ്ങൾ വിശ്വാസികളുടെ പ്രാർത്ഥനയിൽ ഇടം പിടിക്കും.